കള്ളൂർ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട് ചരക്ക് ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 6:15-നായിരുന്നു അപകടം. വൈദ്യുത പോസ്റ്റ് മീറ്ററുകളോളം ഇടിച്ചു തെറിപ്പിച്ച് വീട്ടുമതിലിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുത കമ്പികളും സർവീസ് വയറുകളും പൊട്ടിയിരുന്നു. KCB അധികൃതർ സ്ഥലത്തെത്തി. കൊപ്ര കയറ്റിപ്പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആമ്പല്ലൂർ ഭാഗത്തേക്കുള്ള യാത്രയിൽ വളവിൽ ലോറി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പുതുശ്ശേരിപ്പടി ജോസിന്റെ വീടിന് മുൻപിലെ അലങ്കാര മതിലുകളും റിമോട്ട് ഗേറ്റുകളുമാണ് തകർന്നത്. 4 ലക്ഷം രൂപയുടെയെങ്കിലും നഷ്ടമുണ്ടായെന്ന് ജോസ് പറഞ്ഞു. കള്ളൂർ മടംവഴിയിലെ വളവ് മരണവളവായി മാറിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പലപ്പോഴായി ഒരാൾ മരിക്കുകയും ഏതാനും പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. സമീപത്തെ വീട്ടുമതിലുകൾ പലതവണയാണ് അപകടങ്ങളെ തുടർന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നിരിക്കുന്നത്. ആമ്പല്ലൂർ കള്ളായി റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വളവിൽ പാലിക്കേണ്ട കർവ് ശാസ്ത്രീയമല്ലാത്തതാണ് അപകട കാരണമെന്നും നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ വളവിൽ റോഡിൽ വെള്ളക്കെട്ടും ഉണ്ടാകും. റോഡും കുറുകെയുള്ള കാനയും നിർമ്മിച്ചതിലെ അപാകമാണ് പ്രധാന പ്രശ്നമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വിട്ട് ഒരു 2 അടിയും കൂടി താഴ്ത്തിയിട്ട് വേണമായിരുന്നു ആ പാലം റെഡിമെയ്ഡായിട്ട് പണിത് വെച്ചിട്ടുള്ള സ്ലാബുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നൊരൊറ്റ നിർബന്ധ കാരണം അത് അടിയിലേക്ക് താഴ്ത്തി വന്നപ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു. ആ വെട്ടുകല്ലുമേ താഴ്ത്താതെ അതിൻ്റെ മുകളിൽ വെച്ച് സൂത്രത്തിൽ കൂടെ പണിതുകൊണ്ടാണ് അവിടെ അത്രയും ഉയർന്നു വന്നത്. ഇതൊരു ടേണിംഗ് ആണ്. ടേണിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് സൈഡ് പൊന്തി നിൽക്കണമെന്നും റൈറ്റ് സൈഡ് കുറച്ച് താഴ്ന്നു നിൽക്കണമെന്നും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഫലത്തിൽ ചെയ്യാൻ പറ്റാതായി. ആ പറ്റാതായിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഒരു തവണയല്ല 2 തവണയല്ല, ഒരു 10-15 തവണയായി ഇവിടെ ഈ അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ മരണപ്പെടുകയും ചെയ്തു, പലർക്കും പരുക്കുകളും പറ്റി. ഇതേവരെ ഇതിൻ്റെ അധികാരപ്പെട്ടുള്ള PWD ആൾക്കാരോ പഞ്ചായത്തോ ഇതിന് ഒരു പരിഹാരവും ഇതുവരെയും നിർദ്ദേശിക്കാനോ ചെയ്യാനോ വന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ നാട്ടുകാരൊരു പ്രതിഷേധം കൂടിയിട്ടാണ്. കാരണം ഞങ്ങളാണ് ഇത് എപ്പോഴും ഈ ഇടിയും മരണമൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. നിരവധി അപകടങ്ങളും മരണവും നടന്നിട്ടും അധികൃതർ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന പിഴവുകൾ പോലും ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തതിലും നാട്ടുകാർക്ക് അമർഷമുണ്ട്. സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റോഡ് ഒരു സൈഡ് ഈ സൈഡ് പൊന്തിട്ട് അപ്പുറത്ത് താഴ്ന്നുകൊണ്ട് കിടക്കുന്നത്. ഇത് ആ സൈഡാണ് പൊന്തി കിടക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായുള്ളൊരു സംഗതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നൊരു സമയത്ത് ഇവിടെ വണ്ടി ഇപ്പോൾ ആ ഡ്രൈവറോട് ചോദിച്ചു പറയുന്നത് പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരു 10-15 അപകടം ഈ മൂലയ്ക്ക് നടന്നു കഴിഞ്ഞു. ഒരു വാർണിംഗ് ബോർഡ് പോലും വയ്ക്കാനായിട്ടുള്ളൊരു സന്മനസ് നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് നിർബന്ധമായിട്ട് അങ്ങനൊരു സംഗതിയോ അല്ലെങ്കിൽ തീർത്തും ഈ ഒരു മരണം നടന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒന്നല്ല രണ്ടല്ല, ഇത് നേരം എടുക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് എന്താണ് അപകടം നടന്നതെന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാരോട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ഭീകരമായിട്ടുള്ളൊരു കർവായിട്ട് ഒരു മരണമൂല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ സ്ഥലത്തിൽ ഞങ്ങൾ കുളിക്കേണ്ടി വരിക. വളരെ ഖേദപൂർവ്വം പറയുകയാണ്. PWDയോ അധികാരികളോ പഞ്ചായത്തോ ആരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ഒരു നടപടികളെടുത്ത് ഈ ഞങ്ങളെ രക്ഷിക്കണം. ഇനിയും അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ കള്ളൂർ മടംവഴിക്ക് സമീപമുള്ള അപകട വളവ് സുരക്ഷിത വളവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം.